ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആമേൻ സ്തോത്രം തൻ്റെ പേരിനെ കുറിച്ച് താൻ എങ്ങനെയുള്ളവനാണെന്ന് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ അവിടെ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. യേശു കർത്താവിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് അവൻ നിത്യപിതാവ്. ആമേൻ സ്തോത്രം. ആമേൻ. പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള വാക്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് നിത്യപിതാവാണ്. അതിൻ്റെ അർത്ഥം നിത്യനായ ദൈവമാണ്. ആമേൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യർ മാറിപ്പോകാം, സാഹചര്യങ്ങൾ മാറിപ്പോകാം, അനുകൂലമായി നിന്നവർ പ്രതികൂലമാകാം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. എന്നാൽ യഹോവയുടെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. നാം ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം വലുതായിട്ട് കാണുന്നത്, അല്ല എങ്കിൽ ചില ശക്തികളെ ആയിരിക്കാം വലുതായിട്ട് കാണുന്നത്, അല്ല എങ്കിൽ ചില സ്തോത്രം സ്ഥാനമാനങ്ങളെയും ബഹുമതികളെയും സാഹചര്യങ്ങളെ ആയിരിക്കാം. പക്ഷേ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്തോത്രം നമ്മുടെ കർത്താവ് ഏറ്റവും വലിയവൻ. എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകും, എന്നാൽ കർത്താവ് മാറാത്ത ദൈവമാണ്. വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 58-ാം വചനം. അവിടെ യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പരീക്ഷന്മാരും സ്തോത്രം ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ പരീക്ഷിക്കുവാൻ അപ്പോഴപ്പോഴായിട്ട് വന്ന സ്തോത്രം യേശുവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനിടയായിത്തീരും. അങ്ങനെ ഒരിക്കൽ അവർ യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുക, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് യേശു പറഞ്ഞത്, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ അവർ യേശുവിനെ എറിയുവാൻ കല്ലെടുത്തു എന്ന് നാം അടുത്ത വചനത്തിൽ വായിക്കുന്നു. പ്രീതിയോ മക്കളെ, നാം ഇന്ന് ചിലപ്പോൾ ഇവിടെ യഹൂദന്മാർ അബ്രഹാമിനെയാണ് അവരുടെ പിതാവായും സ്തോത്രം യേശുവിനേക്കാളും ഉപരി അബ്രഹാമിനെ ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു വ്യക്തിത്വമായിട്ട് കണക്കാക്കി അവർ യേശുവിനോട് പറഞ്ഞു, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. പ്രീതിയോ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം നമ്മുടെ പാസ്റ്റർമാരെ ആയിരിക്കാം, പ്രവാചകന്മാരെ ആയിരിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കുന്നവരെ ആരെങ്കിലും നാം എപ്പോഴും വലുതായിട്ട് കാണുന്നുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ആരെക്കാളുപരി സ്തോത്രം നമ്മുടെ കർത്താവാണ് നിത്യനായ ദൈവം. അവൻ നിത്യപിതാവാണ്. എല്ലാറ്റിനും മീതെ യേശു ഉന്നതനാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ യഹോവ മോശയോട് ഇങ്ങനെ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഇവിടെ മോശെ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ തന്നെ നിന്നെ അവരുടെ അടുക്കൽ അയച്ചു എന്ന് നീ പറയുക. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു. അവിടെ ഒരു എറ്റേണിറ്റിയെ കുറിക്കുക. അപ്പോൾ നിത്യനായ ദൈവം ഞാനാകുന്നവൻ. അങ്ങനെ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും പറയുവാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവാണ് ഏക സത്യ നിത്യ ദൈവം. ഏക സത്യ നിത്യ ദൈവമായ യേശു കർത്താവിനെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇൻഡയറക്ട്ലി ഞാനാകുന്നവൻ ഞാനാകുന്നു. അതേ സ്വരം തന്നെയാണ് പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 58-ാം വചനത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്.
ഹല്ലേലൂയ. അതേ സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ തന്നെ നമുക്ക് കാണുവാനിടയായി തീരും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 26-ാം വചനത്തിൽ ദൈവം പറയുക, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവം ത്രിയേക ദൈവത്തിൻ്റെ രൂപത്തിൽ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യർക്കോ ആർക്കും നമ്മുടെ ജീവിതത്തിൽ നാം മുൻസ്ഥാനം കൊടുക്കരുത്. ആരെയും നാം വലുതായിട്ടോ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണരുത്. കാരണം നമ്മുടെ ദൈവമാണ്. അബ്രഹാം ജനിച്ചതിന് മുന്നേ യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. അന്ന് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോഴും യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ യേശു കർത്താവാണ് ആത്മീയ ഇസ്രായേലിയരായ നമ്മയും ഇന്നും നമ്മോട് സംസാരിക്കുന്നത്. ആയതിനാൽ ആ യേശു അല്ലാതെ ത്രിയേക ദൈവമല്ലാതെ സ്തോത്രം മറ്റൊന്നിനെയും മറ്റാരെയും നാം അധികം ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. ആ കർത്താവിനെ നാം മറന്നു കളയരുത്. മനുഷ്യരെ പലപ്പോഴും നാം ഓർത്തു വച്ചിരിക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ, ദൈവമാമെ നമ്മെ നടത്തിയ വിധങ്ങളെ പലപ്പോഴും നാം മറന്നു പോകുന്നവരാണ്. പ്രിയ ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം. മനുഷ്യർ നമ്മെ മറക്കും, മനുഷ്യരെ നാമും മറക്കും. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ നമ്മുടെ കർത്താവ് ഏക സത്യ നിത്യ ദൈവമായ യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമായി ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നറിയിച്ചത് കർത്താവ് നമ്മെ വീണ്ടും ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുന്നു. നാം ആരെയാണ് വലുതായിട്ട് കാണുന്നത്? അവർ ജനിച്ചതിന് മുന്നേ നമ്മുടെ കർത്താവ് ഉണ്ട്. ആ കർത്താവ് മാത്രം നമുക്ക് മതി. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാം, ആശ്രയിക്കാം. തങ്ങൾ ആശ്രയിക്കുന്നവരെ, തന്നെ വിശ്വസിക്കുന്നവരെ, തൻ്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് ഒരു നാളും തള്ളിക്കളകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഓരോ നാളും കർത്താവ് നമ്മെ കരം പിടിച്ച് ജയത്തോടെ നടത്തി നിത്യത വരെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേനാഥ് അബ്രഹാം ജനിച്ചതിന് മുന്നേ അങ്ങുണ്ട്. അതേ കർത്താവ് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോൾ ഞാനാകുന്നു എന്നുള്ള നാമത്തിൽ അവിടെയും അങ്ങുണ്ട് കർത്താവേ. യേശുവേ, ഇന്നും നമ്മോട് കൂടെ, ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ട് നാഥ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ എപ്പോഴും ഉള്ളതിന് നന്ദി കർത്താവേ. ഇമ്മാനുവേലാം ദൈവമേ, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കാരുമില്ല എന്നോട് കൂടെ എന്നെ സഹായിപ്പാൻ, എന്നെ രക്ഷിക്കുവാൻ, എന്നെ കൈത്താങ്ങുവാൻ, എന്നെ വിടിവിക്കുവാൻ, എൻ്റെ കരം പിടിക്കുവാൻ ആരും തന്നെ ഇല്ല എന്ന ഭാരത്തോടെ, വേദനയോടെ സ്തോത്രം സ്തോത്രം, ഞാൻ ഒറ്റപ്പെട്ടവനായല്ലോ എന്ന നിരാശയോടെ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളുടെ മേൽ ദൈവത്തിമേ അപ്പ അങ്ങയുടെ കൃപ പകരുമാറാ ണമേ. ഉറപ്പും ധൈര്യത്തോടെ ഈ നാളുകൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.